എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ പാടി പുകഴ്ത്തിക്കൊണ്ട് പുതിയൊരു സ്തുതിഗീതം കൂടി എത്തിയിരിക്കുകയാണ്. മുമ്പൊരിക്കൽ പാർട്ടി നടത്തിയിരുന്നതാണ് എങ്കിൽ ഇത്തവണ പാർട്ടിയുടെ ആഭിമുഖ്യമുള്ള ഒരു സർവീസ് സംഘടന നടത്തിയിരിക്കുന്ന ഗാനമാണിത്. മുമ്പത്തേത് ഒരു തിരുവാതിരയായിരുന്നുവെങ്കിൽ ഇത്തവണ ഒരു സംഘഗാനമാണ്. ആദ്യത്തേതിൻ്റെ വരികൾ നിങ്ങൾ ആരും തന്നെ മറന്നിട്ടുണ്ടാവില്ല. കേരളത്തിൽ അത്രത്തോളം പ്രശസ്തമായിട്ടുള്ള ഒരു തിരുവാതിര പാട്ട് ഒരുപക്ഷെ വേറെ ഉണ്ടാവില്ല. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശ്രീ പിണറായി വിജയനെ അന്ന് പാർട്ടിക്കാർ വിശേഷിപ്പിച്ചത്. ഈ പാർട്ടിയെപ്പറ്റി ഇന്ത്യയിലുള്ള ആൾക്കാർക്കറിയാം, അതും എല്ലാ സംസ്ഥാനത്തുമുള്ള ആൾക്കാർക്ക് അറിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ലോകത്ത് എല്ലായിടത്തുമുള്ള മലയാളികൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം, പക്ഷേ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ പാർട്ടിയെപ്പറ്റി അറിയാനുള്ള യാതൊരു വിധത്തിലുള്ള വഴിയുമില്ല. ആ സാഹചര്യത്തിലും യാതൊരു വിധത്തിലുള്ള സങ്കോചവും കൂടാതെ ഈ പാർട്ടി ലോകമെങ്ങും ശോഭിക്കുകയാണ് എന്നും അതിന് കാരണഭൂതനായിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ് എന്നുമൊക്കെ വാഴ്ത്തിയായിരുന്നു അന്നുണ്ടായിരുന്ന ആ തിരുവാതിര. ആ പാട്ടും അതിൻ്റെ രചയിതാവ് പൂവരണി നമ്പൂതിരിയുമൊക്കെ അതിപ്രശസ്തരായി എങ്കിലും സാധാരണക്കാരുടെ ഇടയിൽ വലിയ അവമതിപ്പാണ് ഈ പാട്ടിനെക്കുറിച്ചുണ്ടായത്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഭരണകർത്താവായിരിക്കുന്ന ഒരാളിനെ പ്രകീർത്തിച്ചുകൊണ്ട് പാർട്ടി തന്നെ ഒരു പാട്ടിറക്കുക, അത് കേട്ടുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുക, ഇതൊക്കെ തന്നെ അങ്ങേയറ്റം സങ്കോചമുണ്ടാക്കേണ്ടുന്ന കാര്യങ്ങളാണ് എന്നാണ് അന്ന് പൊതുസമൂഹം പറഞ്ഞത്. പ്രത്യേകിച്ച് വ്യക്തിപൂജ എന്ന വാക്ക് CPMൻ്റെ നിഘണ്ടുവിൽ തന്നെ ഇല്ല എന്നാണ് അവർ പറയുന്നത്. മുമ്പ് പലപ്പോഴും ആരെയെങ്കിലും പാർട്ടിയുടെ അണികൾ വ്യക്തിപൂജ നടത്തുന്ന സമയമുണ്ടായിട്ടുണ്ട് എങ്കിൽ അവരെ എല്ലാവരെയും തന്നെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ തന്നെ നേരിട്ട് വിമർശനം അറിയിച്ചിരുന്ന ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയിലെ മറ്റൊരു മുതിർന്ന നേതാവായ ശ്രീ P. ജയരാജനെ പ്രകീർത്തിച്ചുകൊണ്ട് സമാനമായിട്ടുള്ള ഗാനങ്ങളും പോസ്റ്ററുകളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ശ്രീ P. കൃഷ്ണപിള്ളയോട് ഉപമിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ അതിനെ എതിർത്തിരുന്ന ആൾക്കാരുടെ മുൻപന്തിയിലുണ്ടായിരുന്നത് ശ്രീ പിണറായി വിജയനാണ്. കാരണം വ്യക്തിപൂജ എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾക്കെതിരാണ് എന്നുള്ളതാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതിയിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ കാരണഭൂതൻ തിരുവാതിരയിൽ കണ്ടത് എങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി കടന്നു നിൽക്കുന്നതാണ് ഇന്ന് CPMനോട് ആഭിമുഖ്യമുള്ള ഒരു സർവീസ് സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന സംഘഗാനം. ഈ സംഘഗാനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വരികളടക്കം നേരത്തെ തന്നെ പ്രചരിപ്പിക്കപ്പെട്ടതാണ്. അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ആലപിക്കാൻ പോകുന്നതാണ് എന്നത് അറിഞ്ഞതാണ്. പക്ഷേ മുഖ്യമന്ത്രി മാത്രം ആ കാര്യം അറിഞ്ഞിട്ടില്ല. മറ്റെല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് അറിയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലെ ചില രക്ഷാപ്രവർത്തനങ്ങളും തന്നെ സ്തുതിച്ചുകൊണ്ടുണ്ടാക്കുന്ന ചില പാട്ടുകളും അതിനെപ്പറ്റി അദ്ദേഹം അറിയുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഈ സമ്മേളന സ്ഥലത്തേക്ക്, ആ വേദിയിലേക്ക് അദ്ദേഹം എത്തുന്ന സമയത്ത് തന്നെയാണ് അവിടെ ഈ ഗാനാലാപനം നടക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗമെല്ലാം തന്നെ അവർ പാടുമ്പോൾ അദ്ദേഹം വേദിയിൽ ഇരിപ്പുറപ്പിച്ച് അത് കേട്ടിരിക്കുകയുമായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം തന്നെ മറ്റ് നേതാക്കന്മാരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ആർക്കും തന്നെ അസ്വാഭാവികമായിട്ട് യാതൊന്നും തന്നെ തോന്നിയില്ല. ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പരാമർശമുണ്ടായ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞത് താൻ ഈ പാട്ട് കേട്ടിട്ടില്ല എന്നും ആരാണ് ഇത് എഴുതിയത് എന്നതിനെക്കുറിച്ച് തനിക്കറിയില്ല എന്നുമാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിരന്തരമായി വിമർശനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ചെറിയ പ്രശംസ ഉണ്ടാകുന്നത് പോലും ആൾക്കാർക്ക് ഹൃദയവേദന ഉണ്ടാക്കുന്നല്ലോ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. താനുൾപ്പെടെ പാർട്ടിയിലുള്ള ആരും തന്നെ വ്യക്തിപൂജയ്ക്ക് നിന്നുകൊടുക്കുന്ന ആൾക്കാരല്ല എന്നും അങ്ങനെ വ്യക്തിപൂജ നടത്തുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടാവുകയില്ല എന്നുമൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി അപ്പോഴും പറഞ്ഞത്. പക്ഷേ ഈ ഗാനം ആലപിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ആ വേദിയിലുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ഇത്തരത്തിലുള്ള ഗാനങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടുന്നത് രാജഭരണകാലത്തെക്കുറിച്ചാണ്. രാജഭരണം നടക്കുന്ന സമയത്ത് പൊന്നുതമ്പുരാനെ വാഴ്ത്തി പാടുന്നതിന് വേണ്ടി നിരവധി ആൾക്കാരുണ്ട്. കൊട്ടാരം കവികളുണ്ട്. അതല്ലാതെ അദ്ദേഹത്തെ വാഴ്ത്തി പാടുന്ന സ്തുതിഗീതങ്ങൾ ചമയ്ക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊന്നും തന്നെ ഇത് സൗജന്യമായി ചെയ്യുന്നതായിരുന്നില്ല. ഒന്നുകിൽ അവരുടെ ജോലി നിലനിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ രാജാവിൻ്റെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും രീതിയിലത്തേക്കുള്ള വസ്തുവകകളും ധനവും ഒക്കെ സമ്പാദിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇങ്ങനെയുള്ള സ്തുതിഗീതങ്ങൾ പലപ്പോഴും പലരും ചമച്ചിരുന്നത്. ഇന്ന് കാലം മാറിയിട്ടുണ്ട്, ജനാധിപത്യ സംവിധാനമാണ്. പക്ഷേ പല ഫേവറുകളും പ്രതീക്ഷിച്ചുകൊണ്ട് പല ആൾക്കാരും ഇപ്പോഴും സ്തുതികളൊക്കെ തന്നെ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഈ ഗാനം നിർമ്മിച്ചതിൽ നിന്ന് തനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നും അങ്ങനെ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടല്ല താനിത് രചിച്ചിരിക്കുന്നത് എന്നുമൊക്കെയാണ് ഇപ്പോൾ പുതിയ വന്നിരിക്കുന്ന സംഘഗാനത്തിൻ്റെ രചയിതാവ് പറയുന്നത്. പൂവത്തൂർ ചിത്രസേനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മുൻപത്തേത് പൂവരണിയായിരുന്നുവെങ്കിൽ ഇത്തവണ പൂവത്തൂരാണ്. നമ്മൾ ഈ പുരാണ സീരിയലുകളിലും സിനിമകളിലുമൊക്കെ കണ്ടിട്ടുണ്ട്. രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിലേക്ക് എത്തുന്ന സമയത്ത്, അതല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ വാഴ്ത്തി പാടുന്ന പെരുമ്പറകളുണ്ടാകുന്നു, പ്രഖ്യാപനങ്ങളുണ്ടാകുന്നു, ഗാനങ്ങളുണ്ടാകുന്നു.
രാജാധിരാജൻ രാജകുലോത്തുങ്കൻ ഇതാ എഴുന്നള്ളുന്നു എന്നൊക്കെ പറയുന്നു. പിന്നീട് സ്തുതിഗീതങ്ങളൊക്കെ ഉണ്ടാകുന്നു. നേരത്തെ പാർട്ടിക്കാരായിരുന്നുവെങ്കിൽ ഇന്ന് സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഇത് പാടുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കൗതുകമായിട്ടുള്ള കാര്യം. സർക്കാർ ജീവനക്കാർക്ക് സർക്കാരിനെ പ്രീതിപ്പെടുത്തി നിർത്തേണ്ടുന്ന കാര്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ വളരെ പ്രസക്തമാണ്. കാരണം ഇത് പാർട്ടിയുടെ വ്യക്തിപൂജ എന്നതിനപ്പുറത്തേക്ക് സർക്കാർ സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ പരസ്യമായി പ്രകീർത്തിച്ചുകൊണ്ട് വാഴ്ത്തുപാട്ടുകളൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുന്നതിൻ്റെ ഗുണം എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ തന്നെ ഈ ഗാനം രചിച്ചിരിക്കുന്ന ശ്രീ ചിത്രസേനൻ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും മറ്റൊരു ജോലിക്കായിട്ട് അപേക്ഷ നൽകുന്നു. ആ അപേക്ഷ നൽകുന്നതിൻ്റെ തലേ ദിവസം തന്നെ അദ്ദേഹത്തിന് നിയമനം നൽകുന്നു എന്നൊക്കെയാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പണ്ടുകാലത്തായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു സ്തുതിഗാനം കേൾക്കുന്ന സമയത്ത് രാജാവ് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു സ്വർണ്ണമാല അല്ലെങ്കിൽ രത്നങ്ങളൊക്കെ പതിപ്പിച്ചിരിക്കുന്ന ഒരു മാല എടുത്തു കൊടുക്കുന്നത് പോലെയോ ഒരു പണക്കിഴി സമ്മാനിക്കുന്നത് പോലെയോ ഒക്കെ തന്നെ പല ആൾക്കാരും ഇതിനെ ചിത്രീകരിച്ച് കണ്ടു, ഓൺലൈനിലും മറ്റും. എന്നാൽ അങ്ങനെയൊന്നുമല്ല നമ്മുടെ പൂവത്തൂർ ചന്ദ്രസേനൻ. അദ്ദേഹം വളരെ ശുദ്ധാത്മാവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം യാതൊരു വിധത്തിലുള്ള പ്രതിഫലേച്ഛയും കൂടാതെയാണ് ഈ ഒരു ഗാനം രചിച്ചിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? ഇതിലെ വരികളും ബഹുരസമാണ്. അതിൽ അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന, പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ പ്രകീർത്തിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഭരണ മികവുകളെയൊക്കെ പ്രകീർത്തിക്കുന്ന നിരവധി വരികളുണ്ട്. അതിൽ കുറേയധികം അബദ്ധങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് കൊറോണയൊക്കെ തന്നെ ഈ നാട്ടിൽ നിന്ന് തകർത്തെറിഞ്ഞയാളാണ് പിണറായി വിജയൻ എന്നാണ് പറയുന്നത്. കൊറോണയുടെ യഥാർത്ഥ കണക്കുകളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ട രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ്. നമ്മുടെ നാട്ടിൽ കൊറോണയുമായി ബന്ധപ്പെട്ട് കുറേയധികം അണ്ടർ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന വിവരമെല്ലാം തന്നെ ഇതിനോടകം പുറത്തു വന്നതുമാണ്. എന്നിട്ടും അതൊരു പിണറായി വിജയൻ ഭരണ നേട്ടം എന്ന രീതിയിലത്തേക്ക് പ്രകീർത്തിക്കാനായിട്ട് ആൾക്കാർക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട് എന്നും അത് ആലപിക്കുന്നതിന് ആൾക്കാർക്ക് ആർക്കും യാതൊരു വിധത്തിലുള്ള സങ്കോചവുമില്ല എന്നുള്ളതുമാണ് രസകരമായിട്ടുള്ള കാര്യം. വീട്ടിൽ അച്ഛൻ മക്കളെ സംരക്ഷിക്കുന്നത് പോലെയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിലുള്ള ജനതയെ സംരക്ഷിക്കുന്നത് എന്നുള്ള വരികൾ ഇതിലുണ്ട്. ഇതിൽ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലമൊക്കെ തന്നെ പറയുന്നുണ്ട്. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പുനരധിവാസത്തിൻ്റെ കേസ് കോടതിയിൽ വരുന്ന സമയത്ത് നമ്മുടെ ഹൈക്കോടതിയാണ് സർക്കാരിനോട് ചോദിച്ചത്, സർക്കാരിൻ്റെ ഖജനാവിൽ ദുരിതാശ്വാസ നിധിയിൽ പണമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അത് ചെലവഴിക്കാത്തത് എന്ന് വെച്ചാൽ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ഒരച്ഛൻ മക്കളെ എങ്ങനെയാണോ സംരക്ഷിക്കേണ്ടത് ആ നിലയ്ക്കുള്ള ഒരു സംരക്ഷണം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നിട്ടും അദ്ദേഹം കുടുംബത്തിനെ സംരക്ഷിക്കുന്ന കുടുംബനാഥനാണ് എന്നും ഉരുൾപൊട്ടലിനെക്കുറിച്ചും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ കവിത മുന്നേറുന്നത്. ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനാണ് അദ്ദേഹം എന്നും അതേപോലെ തന്നെ മത തീവ്രവാദികളെ തച്ചുടച്ച് മുന്നേറുന്ന നേതാവാണ് അദ്ദേഹം എന്നുമൊക്കെ തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ പറയുന്ന സമയത്ത് CPMൻ്റെ തന്നെ പല പൂർവ്വകാല രാഷ്ട്രീയ ബാന്ധവങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതാണ്. ഏതൊക്കെ സാഹചര്യത്തിലാണ് ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ പ്രതികളായിട്ടുള്ള ആൾക്കാർ CPMൻ്റെ പല ഉന്നത സ്ഥാനീയരുടെയും കൂടെ വേദി പങ്കിട്ടത് എന്നുള്ളതെല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ തീവ്രവാദികളെന്ന് CPM തന്നെ വിളിക്കുന്ന പല സംഘടനകളോടും പ്രാദേശിക തലത്തിലൊക്കെ തന്നെ എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണ് CPM നടത്തിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. അതേപോലെ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു വരിയുണ്ട്. അതേപോലെ തന്നെ ഇതിൽ യാഥാർത്ഥ്യവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത മറ്റൊരു വരിയുമുണ്ട്. ഇതിൽ ചിരിപ്പിച്ച വരി ഇതാണ്: ദുരിതപൂർണ്ണ ജീവിതം വിപ്ലവത്തിൻ പാതയിൽ കുടുംബബന്ധമൊക്കെയും തടസ്സമല്ലേ ഓർക്കണം. അതായത് തൻ്റെ കുടുംബ ബന്ധങ്ങളെല്ലാം തന്നെ ത്യജിച്ചുകൊണ്ട്, കുടുംബത്തിനെ പോലും മറന്നുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള തൻ്റെ ശരികൾക്ക് വേണ്ടി നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ശ്രീ മാത്യു കുഴൽനാടനോടാണ്. അദ്ദേഹമാണ് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു അഴിമതി ആരോപണം പറയുന്ന സമയത്ത് വീട്ടുകാരെ പറ്റി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തിന് ശരിയായ രീതിയിലുള്ള മറുപടി നൽകാതെ അദ്ദേഹം വളരെ വികാരാധീനനായി സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്ക് കുടുംബബന്ധം തടസ്സമാണോ അല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഡിബേറ്റബിളായിട്ടുള്ള കാര്യമായിട്ട് തന്നെ നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് മറന്നുകൂടാ. ആദ്യം രജിസ്ട്രാർ ഓഫ് കമ്പനീസും പിന്നീട് SFIOയും ഏറ്റെടുത്ത മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകൾക്ക് ബന്ധുത്വം വഴിയാണ് വലിയ രീതിയിലുള്ള അഴിമതി പണം കിട്ടിയത് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണമാണ് ഉണ്ടായതെന്നുള്ളത് മറക്കാതിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തന്നെ ഉയർന്ന അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലവും സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുവരെയും മുഖ്യമന്ത്രി ഒറ്റയ്ക്കും CPM എന്ന് പറയുന്ന സന്നാഹം മൊത്തത്തിലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെ ന്യായീകരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ മകളെ ന്യായീകരിക്കുന്നതിനുമാണ് ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ ഏതൊക്കെ സമയത്താണ് തടസ്സമല്ലാതാകുന്നത്, ഏതൊക്കെ സമയത്താണ് തടസ്സമാകുന്നത് എന്നതിനെക്കുറിച്ച് ഗാനരചയിതാവ് ശ്രീ ചിത്രസേനൻ ഒന്നുകൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള ഒരു അഭിപ്രായം മാത്രമാണ് എനിക്കുള്ളത്. ഇനി ഞാൻ അല്പം മുമ്പ് പറഞ്ഞ കാര്യം, ഇതിലെ ഏറ്റവും വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം,
ഇതിലെ പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ് എന്ന് പറഞ്ഞു. എങ്കിലും അതിലെ ഏറ്റവും വസ്തുതാവിരുദ്ധമായിട്ടുള്ള വരികൾ ഇങ്ങനെയാണ്: പാടവും പറമ്പു കേരമൊക്കെയും പടക്കളം, ജന്മിവാഴ്ചയെ തകർത്ത് തൊഴിലിടങ്ങളാക്കിയോൻ. അതായത് കേരളത്തിലെ ജന്മിവാഴ്ചയെ തകർത്ത് അവിടെ തൊഴിലിടങ്ങൾ സൃഷ്ടിച്ചത് ശ്രീ പിണറായി വിജയനാണ് എന്നാണ് ഈ ചിത്രസേനൻ നമ്മളോട് പറയുന്നത്. അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള സാങ്കത്യം എന്താണ് എന്ന് സത്യമായും എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള നിരവധി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമരങ്ങളുടെ പലതിൻ്റെയും അവകാശ സ്ഥാനത്ത് CPMൻ്റെ ആൾക്കാർ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അതിൽ പലതും പാർട്ടിയുടെ സ്ഥാപനത്തിന് മുമ്പായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. CPIയുടെ സ്ഥാപനത്തിന് മുമ്പ് പോലും ഉണ്ടായിരിക്കുന്ന നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള സമരങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ ഒരു പിതൃത്വം ഏറ്റെടുക്കാനായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി ശ്രമിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് ചരിത്രബോധ്യമുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നത്. എവിടെയൊക്കെയാണ് ശ്രീ പിണറായി വിജയൻ ജന്മിവാഴ്ചയെ തകർത്ത് അവിടമെല്ലാം തൊഴിലിടങ്ങളാക്കിയത് എന്ന് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ശ്രീ ചിത്രസേനനെ ഇനി കാണുമ്പോൾ ചോദിച്ചിരുന്നുവെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തപ്പെടാത്ത കുറേയധികം സമര ചരിത്രം അദ്ദേഹം നമുക്ക് വിശദീകരിച്ച് നൽകുമായിരിക്കും. എന്തായാലും ഇങ്ങനെയുള്ള കുറേയധികം വസ്തുതാവിരുദ്ധമായിട്ടുള്ള അബദ്ധങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഗാനമാണ് പിണറായി വിജയൻ്റെ പുതിയ സ്തുതിഗീതം. എന്തായാലും കാരണഭൂതൻ 1 ശേഷം കാരണഭൂതൻ 2 എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലത്തേക്കുള്ള അങ്ങേയറ്റത്തെ സ്തുതിയുള്ള വാഴ്ത്തുപാട്ടായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇനി ഇതിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ഒരു കാരണഭൂതൻ 3-ാം ഗാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് കഴിയുന്ന പ്രഗത്ഭരായിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇനി 3-ാമത് കാരണഭൂത ഗാനവുമായി വരുന്നതുവരെ നിലവിലുള്ള 2 ഗാനങ്ങളും ആവോളം ആസ്വദിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ലാൽ സലാം.